നമസ്കാരം, ഞാൻ ഡോക്ടർ അജാക്സ് ജോൺ, കൺസൾട്ടൻറ്റ് ന്യൂറോസ്പൈൻ സർജൻ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ ട്യൂമർ. എല്ലാവരും വളരെ ഭയത്തോടെ കാണുന്നൊരു വിഷയത്തെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമർ, അതായത് തലച്ചോറിലെ മുഴകൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെൻറ്റ്, ചികിത്സയുടെ നൂതന ടെക്നിക്കുകൾ, ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ ട്യൂമറിൻ്റെ സാധാരണയായ ലക്ഷണങ്ങളിൽ കാണുന്നത് തലവേദനയാണ്. പക്ഷെ അപ്പോൾ നമ്മളെല്ലാവരും സംശയത്തോടെ നോക്കും, എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമറാണ്. അല്ല, വളരെ ചുരുക്കം ചില തലവേദനകൾ മാത്രമേ ബ്രെയിൻ ട്യൂമർ ആകുന്നുള്ളൂ. പ്രത്യേകിച്ച് തലവേദന വന്ന് പതുക്കെ തലവേദനയുടെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ടൈം, ഫ്രീക്വൻസി, നിരന്തരം തലവേദന വന്നുകൊണ്ടിരിക്കുക. കൂടാതെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന വരിക, അല്ലെങ്കിൽ തലവേദന കാരണം നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുക രാത്രി. കൂടാതെ ഛർദിൽ വരിക, കൈകാലുകൾക്ക് മരവിപ്പ്, ബലക്കുറവ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ഇതൊക്കെ അനുബന്ധിച്ച് വരുമ്പോഴാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. ഏതെങ്കിലും ഒരു തലവേദന ഉണ്ടെങ്കിൽ കുറേ കാലമായി കൂടിക്കൂടി വരികയാണെങ്കിൽ നമ്മൾ ട്യൂമർ ഉണ്ടോ ഇല്ലോ എന്നുള്ള പരിശോധനകൾ നടത്തേണ്ടതാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എന്തൊക്കെയാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ. 1, തലവേദന. 2, തലവേദന കൂടുതൽ വന്ന് ഛർദിലായി വരിക, ബലക്കുറവ് വരിക, കാഴ്ചക്കുറവ് വരിക, കേൾവിക്കുറവ് വരിക. 2, തലവേദന ഇങ്ങനെ ട്യൂമറാണോ എന്ന് അറിയാൻ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. ഏറ്റവും ആവശ്യമുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ MRI ബ്രെയിനാണ്, തലച്ചോറിൻ്റെ MRI എടുക്കുന്നതിലൂടെ ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ട്യൂമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനകത്തുള്ള ഈ മരുന്ന് കുത്തിവെച്ചിട്ടുള്ള MRI സ്കാൻ, കോൺട്രാസ്റ്റ് MRI, അതിൽ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന അതിലുള്ള ചേഞ്ചസ്, ട്യൂമറിൻ്റെ ബ്രെയിനും തമ്മിലുള്ള ഡിഫറൻസ്, അതിനകത്ത് സിസ്റ്റാണോ ബ്ലീഡിംഗ് ആണോ, ഇതെല്ലാം അറിയുന്നതിലൂടെ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഏത് തരത്തിലുള്ള ട്യൂമറാണ്. ചില ട്യൂമറുകൾ ക്യാൻസറുകളല്ല. ട്യൂമറുകൾ നമുക്ക് MRI കൂടെ തന്നെ നമുക്ക് ഒരു പരിധി വരെ തിരിച്ചറിയാനും സാധിക്കും. അടുത്ത ടെസ്റ്റ് പെറ്റ് സ്കാനൊക്കെയാണ്. അത് MRIക്ക് ശേഷം മെറ്റാസ്റ്റാറ്റിക് ട്യൂമറുകൾ, അതായത് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ട്യൂമർ സ്പ്രെഡ് ചെയ്ത് ബ്രെയിനിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ പെറ്റ് സ്കാനൊക്കെ സഹായമാകും. അതുകൊണ്ട് മേജർ ഇൻവെസ്റ്റിഗേഷൻ MRI തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ട്യൂമറുകളുള്ള എങ്ങനെയാണ് ചികിത്സിക്കുക, ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികൾ നമുക്ക് ലഭ്യമാണ്. ഏറ്റവും മേജറായിട്ടുള്ള ചികിത്സാ രീതി തലയൊട്ടി തുറന്നുള്ള ഒരു ഓപ്പറേഷനിലൂടെ ആ ട്യൂമർ എടുത്ത് കളയുക, അതെടുത്ത് പരിശോധന ചെയ്യുക, പരിശോധിച്ച ശേഷം അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ക്യാൻസറുകളുള്ള ട്യൂമറുണ്ട്, ക്യാൻസറുകളല്ലാത്ത ട്യൂമറുണ്ട്. പല സ്ഥലങ്ങളിലും വരാം. തലച്ചോറിന് നമുക്ക് പൊതുവെ 2 സൈഡുണ്ട്, 2 ഹെമിസ്ഫിയറുകളുണ്ട്. ഓരോ ഹെമിസ്ഫിയറിലും ഫ്രോണ്ടൽ ലോബ്, പെരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, കൂടാതെ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ ഓരോ പാർട്ടിനും അതിൻ്റേതായ ഫങ്ഷനും ഉണ്ട്. അത് അനുസരിച്ചാണ് നമ്മുടെ ബ്രെയിനിൻ്റെ, നമ്മുടെ രോഗിയുടെ ഓരോ കാര്യങ്ങളും, ചലനവും, അയാളുടെ ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഓർമ്മ, സംസാരം, നടത്തം, ഇതെല്ലാം ക്രമീകരിക്കും. നമ്മളെല്ലാം പറയും നമ്മൾ വലംകൈയ്യരാണ്. ഇടത് ബ്രെയിനാണ് ഏറ്റവും ഡോമിനൻ്റ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഇടത് ബ്രെയിനിലാണ് നമ്മുടെ സംസാരം ഇരിക്കുന്നതും, സംസാരം കൺട്രോൾ ചെയ്യുന്നതും, സംസാരിച്ച് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നതുമായ കാര്യം. വലംകൈയ്യരായ ആളുകളുടെ മിക്കവരും ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആണ്. കൂടാതെ ഇടംകൈയ്യരായ ആളുകളിലും 97% ലെഫ്റ്റ് ബ്രെയിൻ തന്നെയാണ് ഡോമിനൻ്റ്. അപ്പോൾ ഓരോ ഭാഗത്തുണ്ടാകുന്ന ബ്രെയിനിൻ്റെ ട്യൂമർ അതിൻ്റേതായ ലക്ഷണങ്ങൾ കാണിക്കും. ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ തലയോട്ടി തുറന്ന് ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂമർ എടുത്ത് കളയുക. എത്രമാത്രം ട്യൂമർ എടുത്ത് കളയാൻ പറ്റുന്നതിലാണ് ട്യൂമർ സർജറിയുടെ സക്സസ് ഇരിക്കുന്നതും എത്രമാത്രം ട്യൂമർ എടുത്തു കഴിഞ്ഞിട്ട് ബ്രെയിനിന്, നോർമൽ ബ്രെയിനിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതാണ് അതിനകത്തൊരു സക്സസ് റേറ്റ് എന്ന് പറയും. ചില ഭാഗങ്ങളിൽ, അതായത് തലച്ചോറിൻ്റെ ഏറ്റവും മധ്യഭാഗം, ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗങ്ങൾ, അറകൾ, വെൻട്രിക്കിൾസിൽ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിൽ ചിലപ്പോൾ പൂർണ്ണമായും തന്നെ ബ്രെയിൻ ട്യൂമർ എടുത്ത് കളയാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് എടുത്തു കളയുമ്പോൾ ഉണ്ടാവുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഡാമേജുകൾ വളരെ ഗുരുതരമായേക്കാം. ചിലപ്പോൾ അംഗവൈകല്യമോ ഓർമ്മക്കുറവോ ചെറിയ സെമി കോമ സ്റ്റേജ് വരെ എത്തിയേക്കാം. അതുകൊണ്ട് എല്ലാ ട്യൂമറുകളും നമ്മൾ പൂർണ്ണമായി തന്നെ എടുക്കുന്നില്ല. മാക്സിമം സേഫ് റിസെക്ഷൻ എന്നാണ് ട്യൂമർ റിസെക്ഷന് വേണ്ടി നമ്മൾ പറയുന്നത്. സേഫായിട്ട് എടുക്കാവുന്ന മാക്സിമം ട്യൂമർ എടുത്ത് കളയുക.
രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പി, റേഡിയേഷൻ എന്നുള്ളതാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ ആദ്യം ട്യൂമർ എടുത്തു, പരിശോധനയ്ക്ക് അയച്ചു, ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷൻ വന്നു. അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ഓൺകോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ചിലപ്പോൾ 3 മാസം മുതൽ 6 മാസം വരെയും റേഡിയേഷൻ എടുത്ത് ആ ട്യൂമറിൻ്റെ വലിപ്പം കുറയ്ക്കുകയും പിന്നെ വളരാതിരിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാകും. ചില ക്യാൻസർ അല്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾക്ക് സർജറികൾ മാത്രം മതിയാകും. ക്യാൻസറായ ട്യൂമറുകൾക്ക് കീമോയും റേഡിയേഷനും എല്ലാം വേണ്ടി വന്നേക്കും. പക്ഷേ ചില ട്യൂമറുകളുടെ ജനിതക സ്വഭാവം അനുസരിച്ച് ഇതെല്ലാം ചെയ്തിരുന്നാൽ കൂടിയും വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാണ് ഗ്രേഡിംഗ്, സ്റ്റേജിങ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നത് പത്തോളജി റിപ്പോർട്ട് അനുസരിച്ച്. നാലാമത്തെ കാര്യം, എന്താണ് ബ്രെയിൻ ട്യൂമറിന് നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള സർജറി? ഇതിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. കാരണം ആദ്യമേ പറഞ്ഞു, ട്യൂമറിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ മാക്സിമം സേഫ് റിസെക്ഷൻ എന്നാണ്. അതായത് നോർമലായ ബ്രെയിനിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ, ഒരുപാട് ക്ഷതമേൽപ്പിക്കാതെ ട്യൂമർ മാത്രം എടുക്കാൻ അതിനുവേണ്ടി സഹായിക്കുന്ന 2-3 ഇൻസ്ട്രുമെൻറ്റേഷൻസ് ആണുള്ളത്. ഒന്ന് ന്യൂറോ മോണിറ്ററിങ്, കോർട്ടിക്കൽ മാപ്പിംഗ് എന്നാണ് മെഷീൻ. ഈ മെഷീനറിയുടെ ഉപയോഗപ്രകാരം ഇൻട്രോപ്പ് നമ്മൾ ട്യൂമറിൻ്റെ ഉള്ള ഭാഗത്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് അത് ഇരിക്കുന്നത് എന്നുള്ളതും ഏത് ഭാഗത്തെ ചലനത്തെയാണ് കൺട്രോൾ ചെയ്യുന്നതും സംസാരമാണോ കൺട്രോൾ ചെയ്യുന്നതും നമ്മൾ മെഷീൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കുകയും മാക്സിമം ആ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യാതെ എടുക്കുകയും ചെയ്യും. അതാണ് ന്യൂറോ മോണിറ്ററിങ്. രണ്ടാമത്തെ ന്യൂറോ നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നൂതനമായ ടെക്നിക്കാണ്. അതായത് ബ്രെയിൻ CT സ്കാൻ, MRI, ഓപ്പറേഷന് മുമ്പുള്ള CT സ്കാൻ, MRI ഒരു മെഷീനിലേക്ക് ലോഡ് ചെയ്യും. ആ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ഓപ്പറേഷൻ സമയത്ത് എത്ര ദൂരെ വരെ ട്യൂമർ ഉണ്ട് എന്നും എത്ര ഏത് സൈഡിലേക്ക് കറക്റ്റായിട്ട് ലോക്കലൈസ് ചെയ്യാനും പറ്റും. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡീപ്പ് ലൊക്കേഷനിലുള്ള ട്യൂമറുകളാണ്. കാരണം ഡീപ്പ് ലൊക്കേഷനിലുള്ള ട്യൂമറിലേക്ക് നമ്മൾ തലയൊട്ടി തുറന്ന് എത്തുമ്പോൾ ഒരുപാട് ബ്രെയിൻ ടിഷ്യൂസിനെ വരഞ്ഞു മാറ്റിക്കൊണ്ടോ ചെറുതായിട്ട് മുറിവുണ്ടാക്കിക്കൊണ്ടോ ആണ് ചെല്ലുന്നത്. അപ്പോൾ ഈ നാവിഗേഷൻ മെഷീൻ ഉപയോഗിക്കുന്നതിലൂടെ നോർമലായ ബ്രെയിൻ ടിഷ്യൂസിന് ഉണ്ടാക്കാവുന്ന ഡാമേജുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി തലയോട്ടിയുടെ തുറക്കുന്ന ഭാഗം വരെ വളരെ മിനിമലായിട്ട്, അതായത് എവിടെയാണോ ട്യൂമർ ഡീപ്പർ ലൊക്കേഷനിൽ ഇരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ നമുക്ക് തുറക്കാൻ സാധിക്കും. അതിലൂടെ നോർമൽ ബ്രെയിൻ ഉണ്ടാകുന്ന ക്ഷതം മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് നൂതനമായ ടെക്നിക്കുകൾ. ഇതിലൂടെ നമുക്ക് മാക്സിമം സേഫായിട്ട് റിസെക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. ആറാമത്തെ കാര്യം, എന്തൊക്കെയാണ് ഈ ബ്രെയിൻ ട്യൂമർ സർജറികൾക്ക് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ? എപ്പോഴും ഭയാനകമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് ഓപ്പറേഷന് ശേഷം തളർച്ച വരാൻ സാധ്യതയുണ്ടോ, ഓർമ്മശക്തി പോകാൻ സാധ്യതയുണ്ടോ, ചിലരുടെ സംസാരം പോകാൻ സാധ്യതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ഈ ട്യൂമർ ഇരിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഇതിലുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് മോർബിഡിറ്റി. ചിലരുടെ ഇടത് ഭാഗത്തെ ബ്രെയിനിൻ്റെ ടെമ്പറൽ ഏരിയ, ഫ്രോണ്ടൽ ഏരിയ, ഈ ഭാഗങ്ങളിലാണ് ട്യൂമർ എങ്കിൽ അതെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരത്തിന് പ്രശ്നങ്ങൾ വന്നേക്കാം, ചിലർക്ക് മെമ്മറിക്ക് പ്രശ്നം വന്നേക്കാം, ചിലർക്ക് ബലക്കുറവ് വന്നേക്കാം. ഡീപ്പർ ലൊക്കേഷനിലുള്ള ട്യൂമറുകളാണ് എങ്കിൽ അതിൽ ചിലർക്ക് ബലക്കുറവുകൾ കൂടുതലായി വന്നേക്കാം, ചിലരുടെ ഓർമ്മശക്തിയും ചില സാഹചര്യങ്ങളിൽ മോശമായേക്കാം. ഇതെല്ലാം ചില സാഹചര്യങ്ങളിലാണ് ബ്രെയിനിൻ്റെ ട്യൂമറിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ തന്നെ ബ്രെയിനിൻ്റെ ട്യൂമർ കണ്ടുപിടിക്കുക, ലക്ഷണങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുക, എത്രയും നേരത്തെ കണ്ടുപിടിക്കുക, എത്രയും നേരത്തെ ടെസ്റ്റുകൾ ചെയ്ത് മാക്സിമം സേഫ് റിസെഷൻ വിത്ത് ന്യൂവർ ടെക്നോളജീസ്, നാവിഗേഷൻ, ന്യൂറോ മോണിറ്ററിങ്, കോർട്ടിക്കൽ മാപ്പിംഗ് എന്നീ ടെക്നോളജി ഉപയോഗിച്ച് ബ്രെയിൻ്റെ ട്യൂമറെ മാക്സിമം സേഫായിട്ട് റിസെക്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് കീമോ റേഡിയേഷൻ എടുത്ത് ലെസ് മോർബിഡിറ്റി, പേഷ്യൻറ്റിൻ്റെ അവസ്ഥയിൽ ലെസ് മോർബിഡായിട്ടുള്ള കണ്ടീഷനാക്കി നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഇതെല്ലാ സൗകര്യങ്ങൾക്കും നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലും സൗകര്യമാണ്. നന്ദി, നമസ്കാരം.